ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചു. കേസിലെ കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ വാദം. SIT എടുത്ത കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ അപേക്ഷ റാന്നി കോടതി തള്ളിയിരുന്നു. എഫ്ഐആർ, അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പാണ് ഹൈക്കോടതിയോട് തേടിയിരിക്കുന്നത്. കേസിലെ കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ തീരുമാനം. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്ന് രേഖകൾ തയ്യാറാക്കിയത് ജയശ്രീയാണ്. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയശ്രീ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇവിടെ ഇന്ന് കടകംപള്ളി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നു, മന്ത്രിയുടെ അടുക്കൽ ദേവസ്വത്തിന്റെ ഒരു ഫയലും വരില്ല. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം വാക്കാലുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഫയലിൽ ഉത്തരവ് കൊടുത്തിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N. വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്.